പാളക്കയം തട്ട്. അളകാപുരിയിലെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസിൻ്റെ കൂടെ ഞങ്ങൾക്ക് കിട്ടിയ അടുത്ത ഡെസ്റ്റിനേഷനാണ് പാളക്കയം തട്ട്. അളകാപുരി അത്രയും ഇഷ്ടപ്പെടാൻ കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലായിരുന്നുകൊണ്ടായിരിക്കാം. എന്നാൽ പാളക്കയം തട്ടിന് നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതുപോലെ ആയിരുന്നു അവിടെ വെച്ച് കിട്ടിയ ഹൈപ്പ്. പീസ്ഫുൾ പ്ലേസ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. എങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. തളിപ്പറമ്പ് നിന്നും ഏകദേശം 34 കിലോമീറ്റർ ദൂരമുണ്ട് പാളക്കയം തട്ടിലേക്ക്. കൂടാതെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഹൈറ്റിലാണ് പാളക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നത്. ജീപ്പ് ട്രക്കിങ്ങും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പാളക്കയം തട്ട്. കറൻ്റ്ലി അഡ്വഞ്ചർ പാർക്ക് ക്ലോസ്ഡ് ആണ്. ഉടൻ തന്നെ റീഓപ്പൺ ചെയ്യും. ഇതാ ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് ജീപ്പ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പാളക്കയം തട്ട് വ്യൂ പോയിൻറ്റിന് 2 ഫേസസ് ആണുള്ളത്. ഒരു സൈഡിൽ കൂടെ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനങ്ങളായിട്ട് പോവുകയും ചെയ്യാം. ഇനി ജീപ്പ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ജീപ്പ് ട്രക്ക് ചെയ്ത് ചെല്ലുകയും ചെയ്യാം. 1000 രൂപയാണ് ജീപ്പിൻ്റെ റെൻറ്റ്. കൂടാതെ KSRTCയുടെ ഉല്ലാസയാത്ര റൂട്ട് കൂടാണിത്. അങ്ങനെ ഒരുപാട് പേര് പാളക്കയം തട്ട് കാണാനായിട്ട് വരുന്നുണ്ട്. കോടയുണ്ടല്ലേ? മഴയത്ത് കുറച്ചൊരാൾ കൂടുതൽ വരും. അതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കോട കാണാന്, പിന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോകാനായിട്ട്. ഇതാണോ കോട? അതൊന്നും പറയാൻ പറ്റൂല. ഇതേപോലെ തന്നെ മഴക്കാലത്താണെങ്കിലും ഉണ്ടാകുന്ന ഉറപ്പൊന്നുമില്ല. ഒരു കാറ്റടിച്ചാൽ പോകും. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ മലകൾ കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ അധികം നേരം നമുക്കിവിടെ നിൽക്കാണ്ട് സാധിച്ചില്ല. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകണം. മഞ്ഞുണ്ടല്ലേ? രാത്രി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. റോഡിന്റെ സൈഡ് നോക്കിയിട്ടാണ് പോകുന്നത്. എങ്ങനെ സമയം 9 മണി വരെ. പുലി, ആന അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. കാറ്റ് കൊണ്ടുപോയി മഴ.
എന്ത് മനോഹരമായ സ്ഥലമാണല്ലേ. അളകാപുരിയിൽ വെച്ച് കണ്ടവർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ നല്ലൊരു മഴ കഴിഞ്ഞു, ഒരു അടിപൊളി കോടയും കണ്ടു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാളക്കയംതട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ സ്വന്തം വാഹനങ്ങളിൽ വരുന്നവരാണ് ഇവരൊക്കെ. കാറിലും ബൈക്കിലായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ജീപ്പ് സവാരിയിൽ താല്പര്യമില്ലാത്തവർക്ക് ഈ വഴി വരാവുന്നതാണ്. തിരിച്ചു പോകുന്ന വഴി ഞങ്ങളുടെ ഡ്രൈവർ ഷിബുചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൂർ കവ്വായിൽ നല്ല അടിപൊളി കയാക്കിംഗ് ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനും കിട്ടി, കണ്ണൂർ കവ്വായി.